ഹായ് ഓൾ, നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാന പദവികൾ വഹിക്കുന്നത് ആരെല്ലാമാണെന്നാണ്. ആദ്യത്തേത് കേരളത്തിലെയാണ്. കേരളത്തിന്റെ ഗവർണർ ആരാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ. ആരിഫ് മുഹമ്മദ് ഖാനാണ് കേരള ഗവർണർ. കേരള മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. പിണറായി വിജയനാണ് കേരള മുഖ്യമന്ത്രി. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ എം ജംദാർ ആണ്. അപ്പോൾ നിതിൻ എം ജംദാർ ആണ് കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ആണ്. എ ഷാജഹാൻ ആണ് മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? സഞ്ജയ് കൗളാണ്. സഞ്ജയ് കൗളാണ് ചീഫ് ഇലക്ടറൽ ഓഫീസർ. ഇനി ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ ആരാണ്? വി കെ രാമചന്ദ്രൻ. വി കെ രാമചന്ദ്രൻ ആണ് ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഡോക്ടർ എം ആർ ബൈജു ആണ്. അപ്പോൾ ഡോക്ടർ എം ആർ ബൈജു ആണ് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ. ആറാമത് ധനകാര്യ കമ്മീഷൻ എസ് എം വിജയാനന്ദ്. ആറാമത് ധനകാര്യ കമ്മീഷൻ ആരാണ്? എസ് എം വിജയാനന്ദ് ആണ്. അപ്പോൾ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ആണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? നിതിൻ എം ജംദാർ ആണ്. മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ. ചീഫ് ഇലക്ടറൽ ഓഫീസർ ആരാണ്? സഞ്ജയ് കൗൾ ആണ്. ആസൂത്രണ ബോർഡ് വൈസ് ചെയർമാൻ വി കെ രാമചന്ദ്രൻ. കേരള പബ്ലിക് സർവീസ് കമ്മീഷണർ ആരാണ്? ഡോക്ടർ എം ആർ ബൈജു ആണ്. ആറാമത് ധനകാര്യ കമ്മീഷൻ ആരാണ്? എസ് എം വിജയാനന്ദ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. ഇനി കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവി. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? പി സതീദേവിയാണ്. കേരള ലോകായുക്ത ആരാണ്? എൻ അനിൽകുമാർ ആണ്. ജസ്റ്റിസ് സിറിയക് ജോസഫ് മാറി. ഇപ്പൊ ആരാണ് കേരള ലോകായുക്ത? എൻ അനിൽകുമാർ ആണ്. കേരള ചീഫ് സെക്രട്ടറി ആരാണ്? ശാരദ മുരളീധരൻ IAS ആണ്. കേരള ചീഫ് സെക്രട്ടറി റീസെന്റ് ആയിട്ട് അപ്പോയിന്റ് ആയതാണ് ആര്? ശാരദ മുരളീധരൻ IAS. ഡോക്ടർ വി വേണു മാറി. അടുത്തത് കേരള DGP ഷെയ്ഖ് ദർവേഷ് സാഹിബ്. ഷെയ്ഖ് ദർവേഷ് സാഹിബാണ് കേരള DGP. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വി ഹരി നായർ ആണ്. അപ്പോൾ വി ഹരി നായർ ആണ് കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായതായിരുന്നു ഒരു അവസരത്തിൽ. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് ആരാണ്? കെ സച്ചിദാനന്ദൻ ആണ്. കേരള മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ആണ്. കേരള വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവിയാണ്. കേരള ലോകായുക്ത എൻ അനിൽകുമാറും ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ IAS. കേരള DGP ഷെയ്ഖ് ദർവേഷ് സാഹിബാണ്. കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹരി നായർ. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് കെ സച്ചിദാനന്ദൻ. അടുത്തത് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ്. അപ്പൊ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാറാണ് കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ. ഇനി കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണനാണ്. കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ ആരാണ്? OS ഉണ്ണികൃഷ്ണൻ. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ, ലളിതയ്ക്ക് ചീര ഇഷ്ടമാണെന്ന് ഓർത്താൽ മതി. അപ്പൊ കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ ആരാണ്? മുരളി ചീരോത്ത്. അപ്പൊ മുരളി ചീരോത്ത് ആണ് എന്ത്? കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് ആയിരുന്നു. ഇപ്പൊ മാറിയിട്ട് ആരാണ്? ആക്ടിംഗ് ചെയർമാൻ ആയിട്ട് ആക്ടർ പ്രേംകുമാർ ആണ്. അപ്പൊ കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? പ്രേംകുമാർ ആണ് നിലവിൽ ആക്ടിംഗ് ചെയർമാൻ ആയിട്ടാണ് ഇരിക്കുന്നത്. കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ഷാജി N കരുൺ ആണ്. അപ്പൊ കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ചെയർമാൻ ആരാണ്? ഷാജി N കരുൺ. അടുത്തത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികളിൽ ആരെല്ലാമാണെന്ന് നോക്കാം. ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? ദ്രൗപദി മുർമു ആണ്. അപ്പൊ ദ്രൗപദി മുർമുവിനെ കുറിച്ചിട്ട് ഈ റീസെന്റ് ആയിട്ട് എക്സാമിന് ചോദിച്ച കുറച്ച് കാര്യങ്ങൾ. ഇന്ത്യയുടെ എത്രാമത്തെ പ്രസിഡന്റ് ആണ്? ഇന്ത്യയുടെ
15ാമത്തെ പ്രസിഡന്റ് ആണ് ആര്? ദ്രൗപദി മുർമു. ഇനി 2015 തൊട്ട് 2021 വരെ എവിടുത്തെ ഗവർണർ ആയിരുന്നു? ജാർഖണ്ഡിലെ ഗവർണർ ആയിരുന്നു ആര്? ദ്രൗപദി മുർമു. അപ്പൊ 2015 മുതൽ 2021 വരെ ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു. 5 വർഷ കാലാവധി ആദ്യമായിട്ട് ജാർഖണ്ഡിലെ ഗവർണർ തികച്ചു. അതാരാണ്? ദ്രൗപദി മുർമു ആണ്. കാലാവധി തികച്ച ആദ്യ ഗവർണർ കൂടിയാണ് ആര്? ദ്രൗപദി മുർമു. ഇനി എവിടെയാണ് ജനിച്ചത്? ഒഡീഷയിലെ മയൂർഭഞ്ചിലാണ് ആര് ജനിച്ചത്? ദ്രൗപദി മുർമു ജനിച്ചത്. അതുപോലെ തന്നെ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ പ്രസിഡന്റ് കൂടിയാണ് ആര്? ദ്രൗപദി മുർമു. അപ്പൊ സ്വതന്ത്ര ഇന്ത്യയിൽ ജനിച്ച ആദ്യത്തെ പ്രസിഡന്റ് കൂടിയാണ്. ഗോത്രവർഗത്തിൽ നിന്നുമുള്ള ആദ്യത്തെ പ്രസിഡന്റ് കൂടിയാണ് ആര്? ദ്രൗപദി മുർമു. ഇന്ത്യയിലെ നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്ര ദാമോദർ ദാസ് മോദി. നരേന്ദ്ര ദാമോദർ ദാസ് മോദിയാണ്. നിലവിലെ ഇന്ത്യയുടെ ലോക്പാൽ ആരാണ്? AM ഖാൻവിൽക്കർ. ഇനി ആരും പോയിട്ട് പിനാകി ചന്ദ്രഘോഷ് കുത്തരുത്. ലോക്പാൽ മാറി. നിലവിലെ ലോക്പാൽ ആരാണ്? AM ഖാൻവിൽക്കർ ആണ്. ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ധനഞ്ജയ് യശ്വന്ത് ചന്ദ്രചൂഡ്. എത്രാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് DY ചന്ദ്രചൂഡ്? 50ാമത്തെ. അപ്പൊ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? DY ചന്ദ്രചൂഡ് ആണ്. ലോക്സഭാ സ്പീക്കർ ആരാണ്? ലോക്സഭാ സ്പീക്കർ ഓം ബിർളയാണ്. അപ്പോൾ ഓം ബിർളയാണ് ഇന്ത്യയുടെ പാർലമെന്റിലെ ലോക്സഭയിലെ ആര്? ലോക്സഭാ സ്പീക്കർ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ 25ാമത് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആണ് രാജീവ് കുമാർ ആണ്. രാജീവ് കുമാർ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. രാജീവ് കുമാർ ആണ് എന്ത്? ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അരുൺ കുമാർ മിശ്ര നിലവിൽ മാറിയിട്ടുണ്ട്. അപ്പൊ ആരാണിപ്പോ ചീഫ് മനുഷ്യാവകാശ കമ്മീഷൻ? വിജയ് ഭാരതി സയാനിയാണ് ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആരാണ്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വിജയ് ഭാരതി സയാനിയാണ് നിലവിൽ. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? രേഖാ ശർമ്മയാണ്. രേഖാ ശർമ്മയാണ് ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. അടുത്തത് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സമാരിയ. ഹീരാലാൽ സമാരിയാണ് ദേശീയ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർപേഴ്സൺ ആരാണ്? പ്രീതി സുധൻ ആണ്. പ്രീതി സുധൻ ആണ് UPSCയുടെ ചെയർപേഴ്സൺ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ ചെയർമാൻ M ജഗദീഷ് കുമാർ. M ജഗദീഷ് കുമാർ ആണ് UGC ചെയർമാൻ. യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ M ജഗദീഷ് കുമാർ ആണെന്ന് ഓർത്ത് വെക്കാൻ. നമ്മുടെ ആക്ടർ ജഗദീഷ് കോളേജിലാണല്ലോ പഠിപ്പിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് ഓർത്ത് വെച്ചാൽ മതി. ഇനി 16ാമത് ധനകാര്യ കമ്മീഷൻ. ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. അപ്പൊ അരവിന്ദ് പനഗരിയാണ് ഇന്ത്യയുടെ 16ാമത് ധനകാര്യ കമ്മീഷൻ. അടുത്തത് സെബി ചെയർപേഴ്സൺ. റീസെന്റ് ആയിട്ട് ന്യൂസ് പേപ്പേഴ്സിൽ മൊത്തം നിറഞ്ഞു നിന്ന പേരാണ്. ഏതാണ്? മാധവി പുരി ബുച്ച്. മാധവി പുരി ബുച്ച് ആണ് സെബി ചെയർപേഴ്സൺ. സെബി ചെയർപേഴ്സൺ ആരാണ്? മാധവി പുരി ബുച്ച് ആണ്. ഇവർക്കെതിരെയാണ് മറ്റേ അദാനി ഗ്രൂപ്പ് കണക്ഷൻ ഒക്കെ ആരോപിച്ചത് ഹിൻസ്ബർഗ്. അടുത്തത് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത് ദാസ് ആണ്. റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ് ആണ്. അപ്പൊ നിലവിലെ റിസർവ് ബാങ്ക് ഗവർണർ ആരാണ്? ശക്തികാന്ത് ദാസ് ആണ്. സെബി ചെയർപേഴ്സൺ ആരാണ്? മാധവി പുരി ബുച്ച് ആണ്. 16ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? അരവിന്ദ് പനഗരിയാണ്. അടുത്തത് നീതി ആയോഗ് CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. നീതി ആയോഗിന്റെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. അടുത്തത് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയാണ്. അപ്പം നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ്? സുമൻ ബെറിയും. നീതി ആയോഗിന്റെ CEO ആരാണ്? BVR സുബ്രഹ്മണ്യമാണ്. അറ്റോർണി ജനറൽ. നിലവിലെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിട്ടരമണിയാണ്. നിലവിലെ ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കട്ടരമണിയാണ്. അടുത്തത് സോളിസിറ്റർ ജനറൽ. സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മെഹ്തയാണ്.
സോളിസിറ്റർ ജനറൽ തുഷാർ മെഹ്തയാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAG ഓഫ് ഇന്ത്യ ആരാണ്? CAG ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. അറ്റോർണി ജനറൽ ആരാണ്? R വെങ്കിട്ടരമണിയാണ്. സോളിസിറ്റർ ജനറൽ ആരാണ്? തുഷാർ മെഹ്തയാണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ആരാണ്? ഗിരീഷ് ചന്ദ്ര മുർമു ആണ്. വിദേശകാര്യ സെക്രട്ടറി ആരാണ്? വിക്രം മിസ്രി ആണ്. വിക്രം മിസ്രി ആണ് ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറി. അടുത്തത്, ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി അരിന്ദം ബാഗ്ചി. രുചിര കാംബോജ് റിട്ടയർ ആയി. ഇപ്പോൾ നിലവിലെ ഇന്ത്യയുടെ UNOയിലെ സ്ഥിരം പ്രതിനിധി ആരാണ്? അരിന്ദം ബാഗ്ചി ആണ്. അടുത്തത്, യുനെസ്കോയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? വിശാൽ V ശർമ്മയാണ്. യുനെസ്കോയിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി ആരാണ്? വിശാൽ V ശർമ്മയാണ്. ആഭ്യന്തര സെക്രട്ടറി, ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹൻ ആണ്. നിലവിലെ ഇന്ത്യയുടെ ആഭ്യന്തര സെക്രട്ടറി ആരാണ്? ഗോവിന്ദ് മോഹൻ ആണ്. ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ ആരാണ്? സതീഷ് കുമാർ. ഇന്ത്യൻ റെയിൽവേ ബോർഡിന്റെ ചെയർമാൻ ആരാണ്? സതീഷ് കുമാർ ആണ്. CBIയുടെ ഡയറക്ടർ ആരാണ്? പ്രവീൺ സൂദ്. പ്രവീൺ സൂദ് ആണ് CBIയുടെ ഡയറക്ടർ. ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ആരാണ്? ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാൻ ആണ്. അപ്പം ലഫ്റ്റനന്റ് ജനറൽ അനിൽ ചൗഹാൻ ആണ് ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. ജനറൽ ഉപേന്ദ്ര ദ്വിവേദി ആണ് കരസേനാ മേധാവി. നാവികസേനാ മേധാവി ആരാണ്? അഡ്മിറൽ ദിനേശ് ത്രിപാഠി. അപ്പോൾ ഉപേന്ദ്ര ദ്വിവേദി കരസേനാ മേധാവി. നാവികസേനാ മേധാവി ആരാണ്? ദിനേശ് ത്രിപാഠി. അടുത്തത്, വ്യോമസേനാ മേധാവി ആരാണ്? എയർ ചീഫ് മാർഷൽ VR ചൗധരി. VR ചൗധരി ആണ് ആര്? വ്യോമസേനാ മേധാവി. അടുത്തത്, ട്രായ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ അലോക് ലഹോട്ടി. അലോക് ലഹോട്ടി ആണ് ട്രായ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാൻ. അടുത്തത്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. അപ്പോൾ ന്യൂനപക്ഷങ്ങൾ പണ്ട് കാലത്ത് പുരയിലാണ് ജീവിച്ചതെന്ന് ഓർത്താൽ മതി. അപ്പോൾ ഇന്ത്യയുടെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. അടുത്തത്, പട്ടികജാതി കമ്മീഷൻ ആരാണ്? കിഷോർ മാക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷൻ ആരാണ്? കിഷോർ മാക്വാന. ദേശീയ പട്ടികവർഗ കമ്മീഷൻ ആരാണ്? അന്തർ സിംഗ് ആര്യ. അന്തർ സിംഗ് ആര്യയാണ് ദേശീയ പട്ടികവർഗ കമ്മീഷൻ. അടുത്തത്, ദേശീയ പിന്നോക്ക കമ്മീഷൻ നിലവിലെ ചെയർമാൻ ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം അഹിർ. ഹൻസ്രാജ് ഗംഗാറാം അഹിർ ആണ് പിന്നോക്ക കമ്മീഷൻ നിലവിലെ ചെയർമാൻ. അപ്പോൾ ഇന്ത്യയിലെ ന്യൂനപക്ഷ കമ്മീഷൻ ആരാണ്? ഇക്ബാൽ സിംഗ് ലാൽപുര. പട്ടികജാതി കമ്മീഷൻ ആരാണ്? കിഷോർ മാക്വാന. പട്ടികവർഗ കമ്മീഷൻ ആരാണ്? അന്തർ സിംഗ് ആര്യ. ദേശീയ പിന്നാക്ക കമ്മീഷൻ ആരാണ്? ഹൻസ്രാജ് ഗംഗാറാം അഹിർ.